ക്രിസ്തുവിലൂടെ മാത്രമാണോ രക്ഷ? ക്രൈസ്തവ ദർശനമനുസരിച്ച് രക്ഷ ക്രിസ്തുവിലൂടെ മാത്രമാണ്. എങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന അക്രൈസ്തവരും ക്രൈസ്തവ വിരോധികളും രക്ഷ കിട്ടാത്തവരാണോ? ഇതിനുത്തരം ക്രിസ്തുവിൻ്റെ ശിഷ്യപ്രമുഖനായ പത്രോസിൻ്റെ വാക്കുകളിൽ നമുക്ക് പരിശോധിക്കാം. അദ്ദേഹം പറയുന്നു, സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏത് ജനതയിൽപ്പെട്ടവനായാലും അവിടുത്തേക്ക് സ്വീകാര്യനാണെന്നും ഞാൻ സത്യമായി അറിയുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? കളങ്കമില്ലാത്ത മനസാക്ഷിക്കനുസരിച്ച് ജീവിക്കുന്നവർ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ദൈവവിശ്വാസം ഇല്ലാത്തവരാണെങ്കിലും രക്ഷിക്കപ്പെടും. മനുഷ്യൻ്റെ ശുദ്ധ മനസാക്ഷിയും സ്വാതന്ത്ര്യവും ദൈവം വിലമതിക്കുന്നു. എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിന് മുഖം നോട്ടമില്ല. യേശു പറഞ്ഞു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യിക്കുകയും ചെയ്യുന്നു. വീണ്ടും യേശു പറയുന്നു, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും രക്ഷപ്പെടണമെന്നത് ദൈവിക പദ്ധതിയാണ്. അപ്പോൾ രക്ഷയുടെ കാര്യത്തിൽ ക്രിസ്തുവിൻ്റെ പങ്കെന്താണ്? സകല മനുഷ്യരെയും പാപബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ച് ദൈവമക്കളാക്കാൻ വേണ്ടിയാണ് ദൈവം തന്നെ ഭൂമിയിൽ അവതരിച്ചത്. ഈ രക്ഷകനെ, ക്രിസ്തുവിനെ കർത്താവും ദൈവവുമായി വിശ്വസിച്ച് സ്വീകരിക്കുന്നവരെല്ലാവരും രക്ഷിക്കപ്പെടും. അപ്പോൾ അങ്ങനെ വിശ്വസിക്കാത്തവരോ? തങ്ങളുടേതല്ലാത്ത കുറ്റം കൊണ്ട് ക്രിസ്തുവിനെ അറിയാത്തവരും അറിഞ്ഞിട്ടും ബോധ്യപ്പെടാത്തവരും ബോധ്യപ്പെട്ടിട്ടും വിശ്വസിച്ച് സ്വീകരിക്കാൻ പല കാരണങ്ങളാൽ സ്വാതന്ത്ര്യമില്ലാത്തവരും ദൈവമക്കൾ എന്ന കാരണത്താൽ രക്ഷിക്കപ്പെടും. യേശു ക്രിസ്തുവിനെ പറ്റി അറിഞ്ഞിട്ടും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ആ അറിവിനെ അംഗീകരിക്കാതെയും ക്രിസ്തുവിനെ നിഷേധിക്കുകയും ചെയ്യുന്നവരുടെ രക്ഷ സംശയാസ്പദമാണ്. അതേസമയം ആരെങ്കിലും നരകത്തിൽ പോയെന്ന് സഭ പഠിപ്പിക്കുന്നുമില്ല. ദൈവത്തിൻ്റെ കരുണ മനുഷ്യൻ്റെ അവിവേകത്തിനും അഹങ്കാരത്തിനും അജ്ഞതയ്ക്കും മുകളിലാണ്. ദൈവത്തിൻ്റെ സ്നേഹം അതിരുകളില്ലാത്തതാണ്.